വയനാട് തലപ്പുഴ തിണ്ടുമ്മലിൽ 5.25 ഏക്കർ ഭൂമിയിൽ അവകാശവാദം ഉന്നയിച്ച് വഖഫ് ബോർഡിന്റെ നോട്ടീസ്. രേഖകൾ ഹാജരാക്കണമെന്നാവശ്യപ്പെട്ട് 5 കുടുംബങ്ങൾക്കാണ് നോട്ടീസ് ലഭിച്ചത്. കൈവശക്കാരെ ഒഴിപ്പിക്കില്ല എന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ടെന്ന് സ്ഥലത്തെത്തിയ CPM സംസ്ഥാന കമ്മിറ്റി അംഗം P. ജയരാജൻ പറഞ്ഞു. BJP വിഷയത്തെ മുതലെടുക്കുകയാണെന്നും ജയരാജൻ ആരോപിച്ചു. സുർജിത് അയ്യപ്പത്ത് തയ്യാറാക്കി റിപ്പോർട്ട് കാണാം. വിജയകുമാർ, കഴിഞ്ഞ 24-ാം തീയതി ആണ് ഇവരിൽ പലർക്കും നോട്ടീസ് ലഭിച്ചിരിക്കുന്നത്. വഖഫ് ബോർഡിന്റെ ഭൂമിയാണ് ഇത് എന്ന് കാണിച്ചാണ്, തലപ്പുഴയിൽ പോലീസ് സ്റ്റേഷന്റെ പരിസരത്തുള്ള ഭൂമിയാണിത്. ആ ഭൂമിയിൽ ഉള്ള ആളുകൾക്കാണ് നോട്ടീസ് ലഭിച്ചിരിക്കുന്നത്. ഇതിൽ അവർ പ്രധാനമായും ഉന്നയിക്കുന്ന കാര്യം, ഈ ഭൂമി ഹയാത്തുൽ ഇസ്ലാം പള്ളിയുടെ കീഴിലുള്ള ഭൂമിയാണ് എന്നുള്ള തരത്തിലാണ് ഈ നോട്ടീസിൽ പ്രതിപാദിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഈ 5.77 ഏക്കർ ഭൂമി 2 സർവേ നമ്പറുകളിലായി 47/1, 45/1 2 സർവേ നമ്പറുകളിലായുള്ള ഭൂമിയാണിത്. ആ ഭൂമിയിലാണ് ഇപ്പോൾ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് വഖഫ് ബോർഡ് ഇവിടുത്തെ ആളുകൾക്ക് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഇത്തരത്തിൽ 5 കുടുംബങ്ങൾക്ക് നോട്ടീസ് ലഭിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ആളുകൾക്ക് നോട്ടീസ് ലഭിച്ചിട്ടില്ല. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്കയുണ്ട് ഈ പ്രദേശത്ത് ജീവിക്കുന്ന ആളുകൾക്ക്. ഇവിടെ ധാരാളം കെട്ടിടങ്ങളുണ്ട്, അതോടൊപ്പം വീടുകളുണ്ട്, കൃഷിസ്ഥലമുണ്ട്. അങ്ങനത്തെ ഒരു ഭൂമിയാണിത്. ഈ ഭൂമിയിലാണ് ഇപ്പോൾ അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത്. അതേസമയം ഇതുമായി ബന്ധപ്പെട്ട് P. ജയരാജൻ ഇവിടേക്ക് എത്തിയിരുന്നു. CPIM ഈ വിഷയം ഏറ്റെടുത്തുകൊണ്ട് തന്നെ P. ജയരാജൻ ഇവിടേക്ക് എത്തുകയും ചർച്ച നടത്തുകയും ചെയ്തു. അവർ സർക്കാരിൻ്റെ കാര്യങ്ങൾ, സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ഒരാളെയും അങ്ങനെ കുടിയിറക്കാനുള്ള അത്തരത്തിൽ നടപടിയിലേക്ക് കടക്കുകയില്ല എന്നുള്ള ഒരു വാദമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിനെ ഇവർക്ക് വിശ്വാസമുണ്ട്, അതായത് ആളുകൾക്ക് വിശ്വാസമുണ്ടെന്നും P. ജയരാജൻ പറയുകയുണ്ടായി. BJP ഇതിനെ മുതലെടുപ്പിന് ശ്രമം നടത്തുകയാണ് എന്ന ആരോപണം കൂടി അദ്ദേഹം ഉന്നയിച്ചു. അതേസമയം ഇവിടേക്ക് MT രമേശും അതോടൊപ്പം തന്നെ ഇവിടുത്തെ സ്ഥാനാർത്ഥിയായിട്ടുള്ള നവ്യ ഹരിദാസും ഇവിടേക്ക് എത്തിയിരുന്നു. ഒപ്പം തന്നെ BJPയുടെ ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് മലവേലും ഇവിടേക്ക് എത്തിയിരുന്നു. അവർ പറയുന്നത് ഇതിൽ മുതലെടുപ്പിൻ്റെ പ്രശ്നമല്ല, ഈ ആളുകളെ സംബന്ധിച്ച് ആളുകളുടെ വിഷയമാണ്, അതേക്കുറിച്ചാണ് ആശങ്ക വേണ്ടത്, BJPയെക്കുറിച്ചല്ല ആശങ്ക വേണ്ടത്. ഈ നോട്ടീസ് പിൻവലിക്കാൻ സർക്കാർ ഇടപെടൽ നടത്തണമെന്നുള്ള ആവശ്യമാണ് പ്രധാനമായും ഉന്നയിക്കുന്നത്. അതേസമയം ഈ പള്ളി കമ്മിറ്റി ഭാരവാഹികളുമായും ഈ P. ജയരാജൻ ചർച്ച നടത്തിയിരുന്നു. ആ ചർച്ചയ്ക്ക് ശേഷം പള്ളി കമ്മിറ്റി ഭാരവാഹികൾ പറയുന്ന കാര്യം, ഒരാളെയും തലപ്പുഴ ഈ മേഖലയിൽ നിന്ന് ഇറക്കി വിടാൻ ബോധപൂർവ്വം ഉദ്ദേശിക്കുന്നില്ല. ഇത് വഖഫ് ബോർഡാണ് കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അഭിപ്രായം പറയാൻ പള്ളി കമ്മിറ്റിക്ക് സാധിക്കില്ല എന്നുള്ളതും പള്ളി കമ്മിറ്റി ഭാരവാഹികളും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള ആശങ്ക ഈ പ്രദേശത്ത് നിലനിൽക്കുന്നുണ്ട്. ഇവരൊക്കെ അത്തരത്തിലുള്ള ആളുകളാണ്. എന്താ നോട്ടീസ് കിട്ടിയിട്ടുണ്ടോ? ഇല്ല, നോട്ടീസ് നമുക്ക് കിട്ടിയിട്ടില്ല. ഇതാ ഇവർക്കെല്ലാം കിട്ടുന്നു. അതാ തൊട്ടപ്പുറത്തുള്ള പേടിയുണ്ട്. നമ്മളെ സർവേ നമ്പറിൽ പെടുന്ന സ്ഥലമാണെന്നാ പറയുന്നത്. അതാ അത് നോട്ടീസ് കിട്ടിയ ആളുകൾ, നിങ്ങൾക്ക് നോട്ടീസ് ലഭിച്ച ആളുകൾ, നിങ്ങളൊക്കെ ഈ പ്രദേശത്തുള്ള ആളുകൾ തന്നെയാണോ? പ്രദേശത്തുള്ള ആളുകൾ തന്നെയാണോ? ഇത് ഈ കാണുന്ന സ്ഥലം നമ്മളെ പേരിലുള്ള അതിന്റെ ഓണറാണ്. ആശങ്കയുണ്ടോ വെച്ചാൽ ഇവരിപ്പോ 16-ാം തീയതിയിലേക്ക് ഇതിന്റെ കാര്യങ്ങൾ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അത് കൊടുത്തില്ലെങ്കിൽ എന്താണ് ഉണ്ടാവുക എന്നുള്ളത് അതിന്റെ ഒരു ആശങ്കയുണ്ട്. നമ്മളിപ്പോ നേരത്തെ ജയരാജ് സാർ പറഞ്ഞ പ്രകാരം ഇപ്പം നമ്മളൊരു എക്സ്റ്റൻഷൻ നോട്ടീസാണ് കൊടുക്കുന്നത്. കുറച്ച് നമുക്ക് സാവകാശം വേണമെന്നുള്ള രീതിക്ക്. ഇപ്പോൾ 16-ാം തീയതി പറയുമ്പോൾ അടുത്തായില്ലേ, അപ്പോൾ നമുക്ക് ഇതൊക്കെ പേപ്പറുകളൊക്കെ എടുത്തിട്ട് അവർക്ക് സബ്മിറ്റ് ചെയ്യാനുള്ളൊരു സാവകാശം നമുക്ക് ഈ ഡേറ്റ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് തരണം എന്നുള്ള രീതിക്ക് നമ്മൾ ലെറ്റർ കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. പിന്നെ അതുകൂടാതെ ലെറ്റർ കിട്ടാത്ത ആളുകളും ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം പിന്നെ ഇവർ ഇപ്പോൾ BJP ഒക്കെ പറയുന്നത്, അവരുടെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരുന്നത് 16-ാം തീയതിക്കുള്ളിൽ നമ്മളിത് സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ വഖഫിൻ്റെ ഭൂമിയാക്കപ്പെടും എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള പ്രചരണങ്ങൾ അവരെ അഴിച്ചുവിടുന്നുണ്ട്. അപ്പം അത് പിന്നെ അത് ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. കാരണം കിട്ടാത്ത ആളുകളും ഉണ്ട്. ഇതേ സർവേ നമ്പറിൽ നമുക്ക് പിന്നെ ലെറ്റർ കിട്ടാത്ത ആളുകളും ഉണ്ട്. എന്തായാലും ഇവർ പറയുന്ന കാര്യം, ഈ 16-ാം തീയതിക്കകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കണമെന്നുള്ളതാണ്. മാത്രമല്ല 19-ാം തീയതി വഖഫ് ബോർഡിൻ്റെ ഒരു സൂം മീറ്റിംഗ് ഉണ്ട്. അതാണ് എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ച ആ നോട്ടീസിലുള്ളത്. അതുമായി ബന്ധപ്പെട്ട് കൃത്യമായ രീതിയിൽ ഒരു മറുപടി ഇവർ നൽകണമെന്നുള്ള ആവശ്യമാണ് ഉന്നയിച്ചിട്ടുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട മറ്റു നടപടികൾ, നിയമ നടപടികൾ എന്താകുമെന്നുള്ളതാണ് ഇവർ ഉറ്റുനോക്കുന്നത്. ഈ പള്ളി പറയുന്ന കാര്യം, പള്ളി കമ്മിറ്റി ഭാരവാഹികളെല്ലാം പറയുന്ന കാര്യം, ഇതിൽ ഒരാളെയും ഇറക്കി വിടാനുള്ള നടപടി അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. എന്തായാലും അതാണ് ഇവിടുത്തെ അവസ്ഥ. ആളുകളെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. വിജയകുമാർ.